എവരിവൺ, റോഹാക് ട്രക്ക് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കാട്ടിക്കുളത്ത് നിന്ന് തിരുനെല്ലിയിലേക്ക് പോകുന്ന റൂട്ടാണ്. ഇന്നൊരു നൈറ്റ് ഡ്രൈവും അതിനുശേഷം ഏർലി മോർണിംഗ് തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി ചെന്ന് അവിടെ നിന്ന് ഒരു സഫാരിയും എടുക്കാനാണ് പ്ലാൻ. രാത്രി റോഡിന്റെ രണ്ട് സൈഡിലും ധാരാളം സ്പോട്ടഡ് ഡിയേഴ്സ് ഉണ്ട്. തിരുനെല്ലി റോഡിലേക്ക് തിരിയാതെ ഞങ്ങൾ ആദ്യം കുട്ട റോഡിലൂടെയാണ് ഡ്രൈവ് ചെയ്തത്. ഈ ഒരു റോഡിൽ ഞങ്ങൾ തോൽപ്പെട്ടി സഫാരി സെന്റർ വരെ പോയി. തിരിച്ചു വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്ന വണ്ടിയിൽ ഒരാൾ ആനയുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. ഒരു 5 മിനിറ്റ് മുമ്പാണ് ഞങ്ങൾ ഇതിലൂടെ ഡ്രൈവ് ചെയ്തു വന്നത്. അപ്പോൾ കുറച്ച് മാനുകളെ മാത്രമാണ് കണ്ടത്. ഒരുപക്ഷെ ആന അപ്പോൾ കാടിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുകയായിരിക്കണം. അധിക നേരമൊന്നും ആയിട്ടില്ല അവൻ റോഡ് സൈഡിലേക്ക് ഇറങ്ങി നിന്നിട്ട്. നല്ലൊരു ഒറ്റ കൊമ്പൻ. മുകൾ ഭാഗത്തായതുകൊണ്ട് പെട്ടെന്നൊന്നും ഇറങ്ങി വരില്ല എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത്ര നേരം വീഡിയോ എടുക്കാൻ പറ്റിയത്. നമ്മുടെ പ്രസൻസ് ഒന്നും വലിയ രീതിക്ക് അവനെ ബാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ നേരെ തിരിഞ്ഞു നിൽക്കുകയൊന്നും ഉണ്ടായില്ല. നമുക്ക് വണ്ടി കുറച്ച് മുന്നോട്ടിട്ടാലൊന്നും ആനയെ കാണാൻ പറ്റില്ല. ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ആംഗിളിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റൂ. യൂഷ്വലി ആനകൾ ഇങ്ങനെ റോഡിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ വണ്ടി നിർത്താറില്ല, പ്രത്യേകിച്ച് രാത്രികളിൽ. സൈഡിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. കുറച്ചു നേരം അവിടെ നിന്ന് ഷൂട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരുനെല്ലി റോഡിലേക്ക് ഡ്രൈവ് ചെയ്തു. എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു നല്ല നൈറ്റ് ഡ്രൈവിനും പ്രത്യേകിച്ച് വൈൽഡ് ലൈഫിനൊക്കെ കണ്ടുകൊണ്ടുള്ള റൈഡിന് പറ്റിയ ഒരു ബെസ്റ്റ് റൂട്ട് തന്നെയാണിത്. അങ്ങനെ അധികം മുന്നോട്ടെത്തുമ്പോഴേക്കും റോഡിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ആനക്കുട്ടിയെ കണ്ടു. നമ്മുടെ വണ്ടീന്റെ വെട്ടം കണ്ടിട്ടാന്ന് തോന്നുന്നു അത് പെട്ടെന്ന് തിരിഞ്ഞു. ഈ ആനക്കുട്ടിക്ക് അത്ര പ്രായമൊന്നുമില്ല, അതുകൊണ്ട് അതിവിടെ ഒറ്റയ്ക്കാവാനുള്ള ചാൻസ് കുറവാണ്. അതിന്റെ ഹേർഡോ അല്ലെങ്കിൽ അമ്മയാനെയോ ഇതിന്റെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞങ്ങൾ വണ്ടി അങ്ങനെ നിർത്തിയില്ല. വെട്ടമില്ലാത്തത് കൊണ്ട് അപ്പുറത്ത് എന്തെങ്കിലും നിൽക്കുന്നുണ്ടോന്ന് അറിയില്ല. അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരുനെല്ലിയിലേക്കാണ് പോയത്. വീഡിയോന്റെ ലെങ്ത് കൂടുതലാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അങ്ങോട്ട് പോയ വിഷ്വൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. തിരുനെല്ലിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരു കൊമ്പനെ കണ്ടത്. അവിടെ എവിടെയും സേഫായി നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ മുന്നോട്ട് തന്നെ പോയി. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആനക്കുട്ടിയെ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും കണ്ടു. ഇപ്പോഴും അത് ഒറ്റയ്ക്കാണ്. അതിന്റെ കൂട്ടത്തിലുള്ള ആനകളോ അമ്മയാനെയോ ഒന്നിനെയും കാണാനില്ല. അടുത്തൊന്നും വേറെ ആനകളെ കാണാത്തത് കൊണ്ട് കുറച്ചു നേരം ഒരു 10 സെക്കൻഡ് ഞങ്ങൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തു. നല്ല രസമുള്ളൊരു ആനക്കുട്ടി. അതവിടെ വളരെ കൂളായി നിന്ന് പുല്ല് തിന്നുകയായിരുന്നു. കുറച്ച് മാനുകൾ റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടു. ആനിമൽസിന്റെ പ്രസൻസ് നല്ലപോലെ ഉണ്ട്. പകൽ സമയങ്ങളിൽ നമുക്കിവിടെ ഇതുപോലെ മാനുകളെ കാണാൻ പറ്റും. പ്രേ ഉള്ളത് കൊണ്ട് പ്രെഡേറ്റേഴ്സും ഉണ്ട്. ഇവിടെ ലെപ്പേർഡും ടൈഗറും ഒക്കെ ഉണ്ട്. വീണ്ടും ഞങ്ങൾ കുട്ട ഭാഗത്തേക്ക് ഡ്രൈവ് ചെയ്ത് തിരിച്ചു വരികയാണ്. പോകുന്ന സമയത്ത് ഞങ്ങൾ ആനിമൽസിനെ ഒന്നും കണ്ടില്ല. പക്ഷെ തിരിച്ചു വരുമ്പോൾ ബസ്സിലുണ്ടായിരുന്നവർ റോട്ടിൽ ആനയുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ അവൻ ദാ നിൽക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട കൊമ്പൻ തന്നെയാണ്. ഇപ്പൊ അവൻ റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്.
നമ്മൾ 1 മണിക്കൂർ മുമ്പാണ് ഈ കൊമ്പനെ കുറച്ച് മുകൾ ഭാഗത്തായിട്ട് നിൽക്കുന്നത് കണ്ടത്. ഞങ്ങൾ കുട്ടാ ഭാഗത്തേക്ക് ഡ്രൈവ് ചെയ്തപ്പോഴും ഇവനെ നോക്കിയെങ്കിലും കണ്ടില്ല. ഇവൻ ഇങ്ങനെ റോഡിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ആളുകൾ ആനയെ കാണാതെ പെട്ടെന്ന് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് വരും. ആനയെ കണ്ട ഉടനെ അവിടെ നിർത്തി പിന്നീട് റിവേഴ്സ് ചെയ്ത് ബാക്കിലേക്ക് പോവുകയാണ്. നമ്മുടെ വണ്ടിന്റെ ഫ്രണ്ടിലേക്കും 2 കാറുകൾ വന്നെങ്കിലും അവരും ഇതേപോലെ ബാക്കിലേക്ക് പോയി. ഞങ്ങൾ ഏകദേശം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ ബാക്കിൽ വണ്ടി വന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിലും അവരവിടെ തന്നെ നിൽക്കുകയാണ്. അവൻ അങ്ങനെ മാറാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ആന ഏത് രീതിക്കാണ് ബിഹേവ് ചെയ്യുക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണ് അതിന്റെ മെന്റൽ സ്റ്റേറ്റ് എന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു KSRTC വന്നു. ബസ് മുന്നോട്ട് വന്നിട്ടും അവൻ അവിടെ നിന്ന് മാറാൻ കൂട്ടാക്കിയില്ല. ആനവണ്ടി പതിയെ ആനയുടെ സൈഡിലൂടെ എടുത്തുപോയി. ഈ ഒരു വണ്ടിക്കാര് ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടിലേക്ക് പോയി പോകാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇതുപോലെ റിവേഴ്സ് ചെയ്ത് ബാക്കിലേക്ക് തന്നെ പോകും. ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റിൽ കൂടുതലായി. ഞങ്ങളുടെ ബാക്കിൽ ഇപ്പോൾ ധാരാളം വണ്ടികളുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു ട്രാഫിക് ബ്ലോക്ക് തന്നെ. ആന പതിയെ മുന്നോട്ട് നടന്നു തുടങ്ങി. അവൻ മെല്ലെ താഴേക്ക് ഇറങ്ങുവാണെങ്കിൽ വണ്ടികൾക്കൊക്കെ പോകാമായിരുന്നു. അവൻ കുറച്ച് മുന്നോട്ട് പോയിട്ട് റോഡ് ക്രോസ് ചെയ്തു. ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ അറ്റത്ത് റോഡിന്റെ സൈഡിലായിട്ട് ആൾക്കാർ ഇറങ്ങി നിൽക്കുന്നത് കാണാം. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത്. 2 സൈഡിലും ഫോറസ്റ്റ് ആണ്. വേറെ ആനകളോ വേറെ എന്തെങ്കിലും ആനിമൽസ് അവിടെ ഉണ്ടോന്ന് അറിയാൻ പറ്റില്ല, പ്രത്യേകിച്ച് രാത്രികളിൽ. പകൽ സമയങ്ങളിലാണെങ്കിലും ഫോറസ്റ്റ് റോഡിലൊന്നും നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതിരിക്കുക. ഈ 2 റോഡിലും നല്ല പോലെ ആനിമൽ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും ശ്രമിക്കാതിരിക്കുക. അവൻ തിരിച്ച് മുകളിലേക്ക് തന്നെ കയറി പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൻ റോഡിന്റെ സൈഡിൽ തന്നെ നിന്ന് പുല്ല് തിന്നാൻ തുടങ്ങി. അവൻ ഈ സൈഡിലേക്ക് എത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പിന്നിലുണ്ടായിരുന്ന ഒരു ലോറി മെല്ലെ മുന്നോട്ട് വന്നു. അതിന്റെ തൊട്ട് പിറകിലായിട്ട് ഒരു KSRTC വന്നു. അങ്ങനെ ആ ലോറിയും ബസ്സും മുന്നോട്ടെടുത്തു. അവൻ റോഡിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് മാറി. ഈ 2 വലിയ വണ്ടികൾക്ക് പിറകിലായിട്ട് ഞങ്ങളും പോയി. നമ്മുടെ വണ്ടി അവിടെ എത്തിയപ്പോഴേക്കും അവൻ മെല്ലെ തിരിഞ്ഞു. ഫ്രണ്ടിൽ നിന്ന് അവനെ കാണാൻ എന്താ ലുക്ക്! നല്ല നീണ്ട കൊമ്പുകൾ.
തിരുനെല്ലിക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് വെളിച്ചം വരുന്നത് വരെ റെസ്റ്റ് എടുത്ത് ഏർലി മോർണിംഗ് തിരിച്ചു വന്ന് ടിക്കറ്റ് എടുത്ത് സഫാരിക്ക് പോകാനാണ് പ്ലാൻ. ഈ ഒരു റോഡിൽ നല്ല വളവും തിരിവും ഉണ്ട്. പിന്നെ റോഡിലും റോഡിന്റെ സൈഡിലും ഒക്കെ ആനിമൽസും ഉണ്ടാവും. രാത്രി ഇതിലൂടെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് നല്ല രീതിക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാനും കുറച്ചൊക്കെ ആനിമൽസിന്റെ ബിഹേവിയറും അറിഞ്ഞിരിക്കണം. വൈൽഡ് ആനിമൽസിന്റെ ബിഹേവിയർ എപ്പോഴും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരുടെ ബോഡി ലാംഗ്വേജും അവർ തരുന്ന സിഗ്നൽസിനുമൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ ഒരമ്മയാനെയും കുട്ടിയാനെയും കണ്ടു. ഞങ്ങൾ അങ്ങനെ റോഡിന്റെ സൈഡിലൊക്കെ ആനകളുണ്ടെങ്കിൽ വണ്ടി നിർത്താറില്ല. പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എടുത്തു പോകുകയാണ് പതിവ്. ആനകൾ റോഡ് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസ്ക് തോന്നിയാലൊക്കെ മാത്രമാണ് കുറച്ച് ബാക്കിലായിട്ട് വെയിറ്റ് ചെയ്യാറുള്ളൂ. ഇതുപോലെ നല്ല വളവുകളുള്ള റോഡാണ്. ചിലപ്പോഴൊക്കെ വളവ് തിരിഞ്ഞ് നേരെ ചെല്ലുന്നത് ആനയുടെ മുന്നിലേക്കായിരിക്കും. ഇതിലൂടെ ഡ്രൈവ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ചു വേണം പോകാൻ. ഡ്രൈവ് ചെയ്ത് പരിചയമുള്ളവർക്ക് മനസ്സിലാവും. കാരണം എപ്പോൾ വേണമെങ്കിലും ഏത് സ്ഥലത്ത് വെച്ചിട്ടും നമുക്ക് ഈ തിരുനെല്ലി റോഡിൽ ആനകളെ കാണാനുള്ള ചാൻസ് ഉണ്ട്. രാത്രി അധികവും ആനകളാണ് ഉണ്ടാവുക. കാട്ടികളും ഉണ്ടാവാറുണ്ട്, പക്ഷെ ആനകളാണ് കൂടുതൽ. കാട്ടിക്കുളത്തുനിന്ന് വരുമ്പോൾ ആ ഉണ്ണിയപ്പം കട കഴിഞ്ഞ് തിരിഞ്ഞാൽ പിന്നീട് എപ്പോഴും ആനകളെ കാണാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. ഇവിടെ ധാരാളം കാട്ടുമുയലുകളും ഉണ്ട്. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും ഇടയ്ക്കിടയ്ക്ക് റോഡ് ക്രോസ് ചെയ്തൊക്കെ നടക്കുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് നമ്മുടെ വിസിബിലിറ്റി വളരെ ലിമിറ്റഡ് ആയിരിക്കും. നമ്മുടെ ചുറ്റും എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടാവും. നമുക്ക് കാണാൻ പറ്റാത്തതിനൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്തു തുടങ്ങും. ഈ ഒരു ഡ്രൈവ് വേറെ ലെവൽ ഫീലാണ് തരുന്നത്. തിരുനെല്ലി ചെന്ന് കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്ത് നമ്മൾ രാവിലെ തന്നെ തോൽപ്പെട്ടിയിലേക്ക് പോവുകയാണ്. രാവിലത്തെ ആദ്യത്തെ സൈറ്റിംഗ് സ്പോട്ടഡ് ഡിയേഴ്സിന്റെ റോഡ് ക്രോസിംഗ് ആണ്. അടുത്ത സൈറ്റിംഗ് ഈ സ്ട്രൈപ്ഡ് നെക്ക് മംഗൂസ് ആണ്. അതിങ്ങനെ റോഡിലൂടെ ചാടിച്ചാടി നടക്കുന്നുണ്ട്. നമ്മളെ കണ്ടിട്ട് അവനൊന്ന് നോക്കി. അത് റോഡിൽ നിന്ന് എന്തോ എടുത്ത് കഴിച്ചുകൊണ്ട് നടക്കുകയാണ്. തിരുനെല്ലി റൂട്ടിൽ ഏർലി മോർണിംഗ് ട്രാവൽ ചെയ്താൽ നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും ഈ മംഗൂസിനെ. അവനിങ്ങനെ കുണുങ്ങി കുണുങ്ങി പോകുന്നത് കാണാൻ നല്ല രസമുണ്ട്. അടുത്തതായി കണ്ടത് ഈ ഒരു സെർപ്പന്റീഗിളിനെയാണ്. പിന്നീട് നമ്മൾ തിരിഞ്ഞു നേരെ തോൽപ്പെട്ടി റൂട്ടിലേക്ക് കയറി. കുറച്ച് മുന്നോട്ട് എത്തിയപ്പോൾ ഒരു മാൻകൂട്ടത്തിനെ കണ്ടു. അതിൻ്റെ ഒപ്പം വളരെ വിഷമകരമായ ഒരു കാഴ്ച കണ്ടു. ഒരു മാൻ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ചവയ്ക്കുകയാണ്.
നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും പഠിക്കാത്ത ആളുകളുണ്ട്. അവർക്ക് എത്ര മനസ്സിലായാലും ഈ പ്ലാസ്റ്റിക് കവറൊക്കെ വീണ്ടും കാട്ടിലേക്കോ കാടിനോട് ചേർന്ന പ്രദേശത്തേക്കോ വലിച്ചെറിയും. ഇത് നമ്മൾ മനുഷ്യന്മാർ തന്നെ കൊണ്ടുപോയി ഇടുന്നതാണ്. ആ പാവത്തിനത് തിരിച്ചറിയാനും പറ്റുന്നില്ല. ആ മാനതിങ്ങനെ ചവച്ച് നടക്കുന്നുണ്ട്. അത് അവരുടെ വയറ്റിൽ പോയി ദഹിക്കാതെ പിന്നീട് അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ശരിക്കും വളരെ വിഷമം തോന്നി ഇത് കണ്ടിട്ട്. ഇപ്പൊ നോക്കിയാലും കാണാം ആ മാനുകൾ നിൽക്കുന്നതിന്റെ താഴെ എന്തോരം പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ് കിടക്കുന്നതെന്ന്. നമ്മൾ തന്നെ വലിച്ചെറിയുന്നതാണ്. കാട്ടിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അവിടെ നിന്ന് മുന്നോട്ട് വന്നപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സ്ഥലത്ത് കണ്ടതാണ് നല്ല രീതിക്ക് കോടമഞ്ഞ്. നമ്മൾ ഇതുവരെ ഡ്രൈവ് ചെയ്ത് വന്ന റൂട്ടിലൊന്നും ഇങ്ങനെ കോടമഞ്ഞുണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ചു നേരം നമ്മുടെ സഫാരി സെന്റർ എത്തുന്നവരെ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. തലേ ദിവസം മഴ പെയ്തതാണോ കാരണമെന്നറിയില്ല. ഈ സമ്മറിൽ വയനാട്ടിലെ ഈ ഒരു കാലാവസ്ഥ ഭയങ്കര രസം തന്നെയാണ്. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ കിട്ടിയ അടുത്ത സൈറ്റിംഗ് ആണ് അമ്മയാനെയും കുട്ടിയാനെയും. ഞങ്ങൾ കോടയൊക്കെ ഇങ്ങനെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇവരെ ക്രോസ് ചെയ്തത്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വണ്ടി നിർത്തി ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ക്യാമറയിൽ അങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിലും നല്ല കോടയുണ്ട് ഇപ്പോഴും. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. വെളിച്ചം കുറവായതുകൊണ്ടാണ് വിഷ്വൽ ഈ നോയ്സ്. എന്നാലും ഈ വിഷ്വലിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പുറത്തു നിന്ന് വരുന്ന വണ്ടി ലൈറ്റ് ഇട്ട് വരുന്നത് കണ്ടോ? നമുക്ക് സഫാരി സെന്ററിലേക്ക് എത്തേണ്ട ടൈമായി. സോ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ഒരു അമ്മയാനെയും കുട്ടിയാനെയും കണ്ടു. അങ്ങനെ ആനകളെയൊക്കെ കണ്ട് ഞങ്ങൾ തോൽപ്പെട്ടിയിലെ സഫാരി സ്റ്റാർട്ട് ചെയ്തു. ഇന്നാകെ കോട നിറഞ്ഞൊരു ദിവസമാണ്. ഈ ഒരു സഫാരി നമ്മൾ കുറച്ചു മുൻപും ചെയ്തതാണ്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്ന് നമുക്ക് ഈ ഒരു കുളത്തിൻ്റെ അടുത്തും ചുറ്റിനുമായിട്ട് ഇഷ്ടം പോലെ ഡോളുകളെ കാണാൻ പറ്റി. ഇന്ന് ഈ കുളത്തിൽ ഒരു സാമ്പാടിയറാണുള്ളത്. ആ സാമ്പാടിയർ ഇങ്ങനെ നല്ല കോടയിൽ ഈ കുളത്തിൽ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും നല്ല കോടയൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ വെള്ളത്തിന്റെ അടുത്തും ചില ഭാഗങ്ങളിലൊക്കെ നല്ല കോടയുണ്ട്. ഞങ്ങളുടെ പ്രസൻസ് മനസ്സിലാക്കിയ മ്ലാവ് കുറച്ചു നേരം ഞങ്ങളെ തന്നെ നോക്കി നിന്നു. കുറച്ച് മാനുകൾ മുമ്പിൽ ക്രോസ് ചെയ്യുന്നത് കണ്ടു.
ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സ്പോട്ടഡ് ഡിയേഴ്സ് ഉണ്ട്. ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി വണ്ടി നിർത്തിയിട്ട് ആ മാനുകളെയൊക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ലൈറ്റിൽ ഈ മാനിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ മാൻ അതിന്റെ ചെവി ആട്ടുന്നതും തിരിക്കുന്നതും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു കുളമുണ്ട്. അതിന്റെ അറ്റത്ത് ഒരു സ്ട്രൈപ്പ് നെക്ഡ് മംഗൂസ് ഉണ്ട്. നമ്മൾ നേരത്തെയും സ്ട്രൈപ്പ് നെക്ക് മംഗൂസിനെ കണ്ടിരുന്നു. മലയാളത്തിൽ ഇതിനെ ചെങ്കീരി എന്നാണ് പറയുന്നത്. ഇവയെ കൂടുതൽ സൗത്ത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് കണ്ടുവരുന്നത്. നമ്മളെ കുറച്ചു നേരം നോക്കിയിട്ട് അത് വീണ്ടും അവിടെ നിന്ന് എന്തൊക്കെയോ തിന്നാൻ തുടങ്ങി. ഏഷ്യയിൽ കണ്ടുവരുന്നതിൽ ഏറ്റവും വലിപ്പമുള്ള കീരി ഈ സ്ട്രൈപ്പ് നെക്ഡ് മംഗൂസ് ആണ്. ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഒരു ജീപ്പ് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. അവിടെ എന്തോ സൈറ്റിംഗ് ഉണ്ടെന്ന് മനസ്സിലായി. ഒരു വൈൽഡ് ഡോഗ് ആണ്. വൈൽഡ് ഡോഗിനെ ഇങ്ങനെ പൊതുവെ തനിച്ച് കാണാറില്ല. കാട്ടിലെ ഏറ്റവും ഫെറോഷ്യസ് ആയിട്ടുള്ള അനിമലാണ് ഈ വൈൽഡ് ഡോഗ്. ഈ വൈൽഡ് ഡോഗിനെ ധോലെന്നും ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ് എന്നും വിസ്ലിംഗ് ഡോഗ് എന്നും ഒക്കെ വിളിക്കാറുണ്ട്. ഇവർക്ക് മൃഗങ്ങളെ കൊന്നു തിന്നാൻ അറിയില്ല. ജീവനോടെ തന്നെയാണ് ഭക്ഷിക്കാറ്. IUCN ലിസ്റ്റിൽ വൈൽഡ് ഡോഗിനെ എൻഡേഞ്ചർഡ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു ഫീമെയിലാണ്. യൂഷ്വലി പെയറായിട്ടാണ് ഇവരെ കാണാറുള്ളത്. ഈ വൈൽഡ് ഡോഗ്സ് ചിലപ്പോൾ അവരുടെ പാക്കിൽ നിന്ന് സ്പ്ലിറ്റായി വേറെ പാക്ക് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഒരു പക്ഷേ ഇതും അങ്ങനെ സ്പ്ലിറ്റായി വന്നതായിരിക്കാം. അല്ലെങ്കിൽ മെയിലിന് എന്തെങ്കിലും അപകടം പറ്റിയാലും ഫീമെയിലിനെ ഇങ്ങനെ കാണാറുണ്ട്. ഡോൾസ് പൊതുവെ പാക്കായിട്ടാണല്ലോ നടക്കാറ്. ഇതിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നതുകൊണ്ടായിരിക്കണം. അത് വളരെ അലേർട്ടായിരുന്നു. ചെറിയൊരു സൗണ്ട് വരുമ്പോൾ പോലും പെട്ടെന്ന് ഞെട്ടി ആ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. യൂഷ്വലി പാക്കായിട്ട് നടക്കുന്ന ആനിമൽസ് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ സറൗണ്ടിങ്സിനെ കുറിച്ച് നല്ല ഉത്കണ്ഠ ഉണ്ടാവും. ആ ഒരു അവസ്ഥയാണ് ഇപ്പം ഈ ധോലിനും ഉള്ളത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി വളരെ പാനിക് ആയതുപോലെയാണ് പെരുമാറുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതെങ്ങനെ നമ്മുടെ അടുത്ത് നിന്ന് മാറിപ്പോകുകയൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ പ്രസൻസ് കാര്യമായിട്ട് അതിനെ ബാധിച്ചിരുന്നില്ല. അത് അവിടെ തന്നെ പുല്ലിൽ കടന്നു മറിഞ്ഞുകൊണ്ടിരുന്നു. ഈ വൈൽഡ് ഡോഗ്സ് അവരുടെ പാക്കിൽ നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് വേറെ പാക്കിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ അവരുടെ ബോഡി സെന്റ് മാർക്ക് ചെയ്യാറുണ്ട്. അവര് പല രീതിയിലും അത് മാർക്ക് ചെയ്യും.
ഇവിടെ ഈ വൈൽഡ് ഡോഗ് ശരീരം പുല്ലിലിട്ട് ഉരച്ചാണ് തൻ്റെ പ്രസൻസ് മറ്റുള്ളവയെ അറിയിക്കുന്നത്. ആ ഒരു ബിഹേവിയറാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. കുറേ നേരം അവിടെ കിടന്ന് മറിഞ്ഞതിന് ശേഷം ആ വൈൽഡ് ഡോഗ് മെല്ലെ എണീറ്റു. അത് അവിടെ നിന്ന് എണീറ്റ് മെല്ലെ നമ്മുടെ ജീപ്പിന്റെ സൈഡിലൂടെ കുറച്ച് ബാക്കിലേക്ക് ഓടി. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നോക്കുന്നുണ്ട്. ആ വൈൽഡ് ഡോഗ് നമ്മുടെ അടുത്ത് നിന്ന് മാറിപ്പോകുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് കുറച്ച് ബാക്കിലേക്ക് പോയി ആ റോഡ് മെല്ലെ ക്രോസ് ചെയ്തു. ഇപ്പോൾ അത് നമ്മുടെ ജീപ്പിന്റെ ബാക്കിലായിട്ടാണ് പോയി നിൽക്കുന്നത്. അത് അവിടെ എത്തി അവിടെയുള്ള പുല്ല് തിന്നുകയാണ്. ഇങ്ങനത്തെ ആനിമൽസ് പുല്ല് തിന്നുന്നതിന് പല കാരണങ്ങളുമുണ്ട്. ചിലപ്പോഴൊക്കെ അവരുടെ വയർ അപ്സെറ്റ് ആയിട്ട് വൊമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യാനോ അതേപോലെ ഡയറ്ററി നീഡ്സിനും ഫൈബേഴ്സ് ആവശ്യമുള്ളത് കൊണ്ട് ചില സമയങ്ങളിൽ ധോൽ ഇതുപോലെ പുല്ല് തിന്നാറുണ്ട്. മുന്നത്തെ തോൽപ്പെട്ടി സഫാരിയിലും പറമ്പിക്കുളത്തും ഒക്കെ ആയിട്ട് നമുക്ക് വൈൽഡ് ഡോഗ്സിന്റെ പാക്കിനെ കിട്ടിയിട്ടുണ്ട്. തോൽപ്പെട്ടിയിലെ മുന്നത്തെ സഫാരി വീഡിയോയിൽ നമ്മൾ വൈൽഡ് ഡോഗ്സിന്റെ ഹണ്ടിങ് ബിഹേവിയറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നീട് ബാക്കിൽ നിന്ന് വേറെ ഒരു ജീപ്പ് വന്നപ്പോൾ അത് വീണ്ടും നമ്മുടെ സൈഡിലേക്ക് തന്നെ തിരിച്ചു വന്നു. കുറച്ചു നേരം കൂടി ഞങ്ങൾ അതിനെ നോക്കിയിരുന്നു. ഞങ്ങൾ ഇവിടെ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തു. നമ്മുടെ സഫാരി ഏകദേശം തീരാറായി. അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ മൂവ് ചെയ്തു. അങ്ങനെ ഈ വൈൽഡ് ഡോഗിനൊക്കെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കറണ്ട് അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.